വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൂൾസിൻ്റെ അമെൻമെൻറ്റ്സുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ്സാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ആ സീരീസിലുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ റൂൾ 13 തൊട്ടിട്ടാണ് നമുക്കിനി എടുക്കാനുള്ളത്. റൂൾ 13 അമെൻമെൻറ്റ് ഉണ്ട് കേട്ടോ. റൂൾ 13 അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ് എന്നതായിരുന്നു പണ്ട് ഹെഡിങ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ മെർജർ എന്ന് പറഞ്ഞ ഒരു പുതിയ പദവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്നത് റൂൾ 13 എന്ന് പറയുന്നത് അമാൽഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞ ഒരു ക്ലോസ് ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ സബ്സെക്ഷനിൽ തന്നെ അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ മർജർ എന്ന വാക്ക് കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. പിന്നെ കൂടാതെ അവിടെ മെജോറിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ആദ്യം 2/3 മെജോറിറ്റി ആയിരുന്നു, ഇപ്പോൾ അത് സിമ്പിൾ മെജോറിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ റൂൾ 13 അമാൽഗമേഷൻ, മർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്. അപ്പോൾ 13 1 പറയുന്നത് എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിസൈറിങ് ടു എഫക്റ്റ് അമാൽഗമേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന എല്ലാ സൊസൈറ്റികളും അമാൽഗമേഷൻ അല്ലെങ്കിൽ മെർജർ ആവാം, ലയനമാവാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുക, അവർ ഡിവൈഡ് ചെയ്യുക, ഡിവിഷൻ നടത്തുക, അങ്ങനെ എല്ലാം ചെയ്യുമ്പോഴും അവർ ഷാൾ കൺവീൻ എന്ത് ചെയ്യണം? എ മീറ്റിംഗ് ഓഫ് സ്പെഷ്യൽ ജനറൽ ബോഡി. അതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു ചേർക്കണം, കോൾഡ് ഫോർ ദിസ് പർപ്പസ്. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അമാൽഗമേഷൻ, മർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഓഫ് സൊസൈറ്റീസിന് കൂടുന്ന ജനറൽ ബോഡി എങ്ങനെയുള്ളതായിരിക്കണം? സ്പെഷ്യൽ ജനറൽ ബോഡി ആയിരിക്കണം എന്ന കാര്യം മനസ്സിലായി. അതിന് ഗിവിങ് 15 ക്ലിയർ ഡേയ്സ് നോട്ടീസ് കൊടുക്കണം. പിന്നെ റെസൊല്യൂഷൻ പാസ്സാക്കണം. റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അവരുടെ അനുമതി വാങ്ങണം അല്ലേ, എല്ലാ ആൾക്കാരുടെയും. ഫോർ അമാൽഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഡിവിഷന് മെജോറിറ്റി വേണ്ടത്, അതായത് പണ്ട് 2/3 മെജോറിറ്റി ആയിരുന്നെങ്കിൽ ഇപ്പോൾ സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് ദാറ്റ് മീറ്റിംഗ് ആണ് വേണ്ടത്. അപ്പോൾ ഇത്രയും പോയിന്റ് ശ്രദ്ധിക്കണം. അപ്പോൾ ഏത് സൊസൈറ്റി ആണോ അമാൽഗമേഷനും അല്ലെങ്കിൽ മേജറും ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സും ലയബിലിറ്റീസും ഡിവിഷനും ഒക്കെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, അവർ സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു ചേർക്കണം. പിന്നെ 15 ഡേയ്സ് ക്ലിയർ ഡേയ്സ് നോട്ടീസ് കൊടുക്കണം. റെസൊല്യൂഷൻ പാസ്സാക്കണം. റെസൊല്യൂഷന് വേണ്ട മെജോറിറ്റി എങ്ങനെയാണ്? സിമ്പിൾ മെജോറിറ്റി ആണ് എന്നതും കൂടി ഓർത്തു വയ്ക്കണം. ഇത്രയും കാര്യങ്ങൾ കേട്ടോ. സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് ദാറ്റ് മീറ്റിംഗ്. ഓക്കെ, അത് മാത്രം പോരാ, വീണ്ടും കുറച്ച് നടപടിക്രമങ്ങളൂടി ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് പിന്നെ വിശദമായിട്ട് പറയണത്. കുറച്ച് ദഹിക്കാൻ പാടുള്ള ഒരു ഭാഗം തന്നെയാണിത്. കാരണം നമുക്ക് പഠിക്കണോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി ഒരുപാട് പോയിന്റുകൾ ഇങ്ങനെ പരന്ന് കിടക്കണ കാരണം തന്നെ എന്നാലും നിങ്ങൾ വായിച്ചു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നിങ്ങൾ എഴുതി വെക്കുക. പ്രധാനപ്പെട്ട ഇതുപോലത്തെ പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, പ്രൊവൈഡഡ് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ഒരു ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കേസ് ആണെങ്കിൽ നോ റെസൊല്യൂഷൻ ഷാൾ ബി പാസ്ഡ് വിത്തൗട്ട് എങ്ങനെ റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിന് മുമ്പ് ആരുടെ അപ്രൂവൽ വാങ്ങിയിരിക്കണം? വിത്തൗട്ട് ദ പ്രയർ അപ്രൂവൽ ഇൻ റൈറ്റിംഗ് ഓഫ് ദ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രയർ അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അവർ നടപടിക്രമവുമായി മുന്നോട്ട് പോകാൻ പാടൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രൊവൈഡഡ് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ആൻ ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്ക് നോ റെസൊല്യൂഷൻ ഷാൾ ബി പാസ്ഡ് വിത്തൗട്ട് ദ പ്രയർ അപ്രൂവൽ ഇൻ റൈറ്റിംഗ് ഓഫ് ദ RBI എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് അസിസ്റ്റഡ് സൊസൈറ്റി. അപ്പോൾ എന്താണ് അസിസ്റ്റഡ് സൊസൈറ്റി? ഗവൺമെൻറ്റിൽ നിന്ന് അസിസ്റ്റൻസ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വാങ്ങിക്കുന്ന സൊസൈറ്റീസാണ് അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അസിസ്റ്റഡ് സൊസൈറ്റി ആണെങ്കിൽ എന്ത് ചെയ്യണം? നോ റെസൊല്യൂഷൻ ഷാൾ ബി പാസ്ഡ് വിത്തൗട്ട് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ RCS, അതായത് രജിസ്ട്രാറിൽ നിന്ന് പ്രയർ അപ്രൂവൽ വാങ്ങണം ഈ ഒരു നടപടിക്രമത്തിന് മുന്നായിട്ട്. അതിനുശേഷമാണ് ജനറൽ ബോഡി കൂടി റെസൊല്യൂഷനൊക്കെ പാസ്സാക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് അമാൽഗമേഷൻ, മെർജർ ഓർ ഡിവിഷൻ ഓർ ദ റെസൊല്യൂഷൻ ഷാൾ ഇൻക്ലൂഡ് എന്താ ഒരു സ്കീം ഉണ്ടായിരിക്കും അല്ലേ, പിന്നെ ഒരു ഡ്രാഫ്റ്റ് ബൈലോ ഉണ്ടായിരിക്കും. ഒരു ഡ്രാഫ്റ്റ് ബൈലോസും വേണം, അതുപോലെ തന്നെ സ്കീമും വേണം. പ്രപ്പോസ്ഡ് ഫോർ അഡോപ്ഷൻ, അവരെടുക്കാൻ പോകുന്ന പ്രപ്പോസ്ഡ് ബൈലോസും വേണം. കോൺസിക്വൻ്റ് ഓൺ ദ അപ്രൂവൽ ഓഫ് ദ പ്രപ്പോസൽ ദ ഡ്രാഫ്റ്റ് ബൈലോ ഷാൾ ഇൻക്ലൂഡ് പ്രൊവിഷൻസ് ഓഫ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ഫസ്റ്റ് കമ്മിറ്റി ബൈ നോമിനേഷൻ. അതായത് ഈ ഒരു ഡ്രാഫ്റ്റ് ബൈലോയിൽ
ഡ്രാഫ്റ്റ് ബൈലോയും എല്ലാ സാധനങ്ങളും വേണം. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു വ്യക്തമായ പ്ലാനോട് കൂടി, അതുപോലെ തന്നെ ഇവർക്കൊരു സ്കീമും ഉണ്ടായിരിക്കണം. അമാൽഗമേഷനും മെർജറിനും ഒക്കെ ഒരു സ്കീമും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ആ സ്കീമും ഡ്രാഫ്റ്റ് ബൈലോസും അവർ കറക്റ്റാക്കി വെച്ചിട്ടുണ്ടാവണം. പിന്നെ പോരാതെ ഈ ഡ്രാഫ്റ്റ് ബൈലോസിൽ നോമിനേഷനോട് കൂടി അപ്പോയിൻറ്റ് ചെയ്യുന്ന ഫസ്റ്റ് കമ്മിറ്റിയുടെ പ്രൊവിഷൻസും കൂടി ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞിട്ട്. അതാണ് ദ ഡ്രാഫ്റ്റ് ബൈലോ ഷാൾ ഇൻക്ലൂഡ് പ്രൊവിഷൻസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ഫസ്റ്റ് കമ്മിറ്റി ബൈ നോമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോമിനേഷനോട് കൂടി ഫസ്റ്റ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ പ്രൊവിഷൻസും കൂടി ഈ ഡ്രാഫ്റ്റ് ബൈലോയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നും കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തന്നെയാണ് പറഞ്ഞത് സംയോജനം, ലയനം അല്ലെങ്കിൽ വിഭജനം എന്നിവയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പ്രമേയത്തിൽ പദ്ധതിയും നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതിന് ശേഷം സ്വീകരിക്കാൻ നിർദ്ദേശിക്കുന്ന കരട് ബൈലോ അതിൽ ഉൾപ്പെടുത്തണം. പിന്നെ നോമിനേഷൻ വഴി ആദ്യ കമ്മിറ്റിയെ നിയമിക്കുന്നതിനുള്ള വ്യവസ്ഥകളും കൂടി കരട് ബൈലോയിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് വരുന്നത് വേർ ദ റെസൊല്യൂഷൻ ഈസ് പാസ്ഡ് സോ പാസ്ഡ് ഈസ് ഡീംഡ് ടു ഹാവ് ബീൻ ടേക്കൺ എഫക്റ്റ് അണ്ടർ സബ്സെക്ഷൻ 14(6) പ്രകാരം സൊസൈറ്റി കൺസേൺഡ് ആർക്ക് റിപ്പോർട്ട് ചെയ്യണം. ഈ ഒരു ഫാക്റ്റ് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സബ്സെക്ഷൻ 2 പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ റെസൊല്യൂഷൻ പാസ്സാക്കി ഡീംഡ് ടു ഹാവ് ബീൻ ടേക്കൺ എഫക്റ്റ് അണ്ടർ സെക്ഷൻ ഏത് സെക്ഷൻ പ്രകാരം ഡീംഡ് എഫക്റ്റ് ആവുക 14(6) പ്രകാരം ദ സൊസൈറ്റി കൺസേൺഡ് ഷോൾ റിപ്പോർട്ട് ടു ഫാക്റ്റ് രജിസ്ട്രാർക്ക് ഫാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു പുതിയ ഫാക്റ്റ് 2A എന്ന് പറഞ്ഞത് മുഴുവൻ കൂട്ടിച്ചേർത്ത ഭാഗമാണ് കേട്ടോ. ഈ ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല, പുതിയതാണ്. അതെന്താണെന്ന് നോക്കാം. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻറ്റൻഡ് ടു മെർജ് വിത്ത് അനദർ സൊസൈറ്റി, മറ്റൊരു സൊസൈറ്റി ആയിട്ട് ലയിക്കാൻ പോവുകയാണ്. ഷാൾ പ്രിപ്പയർ എന്ത് ചെയ്യണം, ഒരു സ്കീം ഓഫ് മെർജർ ഉണ്ടായിരിക്കണം. ആൻഡ് സബ്മിറ്റ് ദ സെയിം ആൻഡ് പാസ് സച്ച് റെസൊല്യൂഷൻ വിത്ത് സിമ്പിൾ മെജോറിറ്റി അത് ജനറൽ ബോഡി മീറ്റിംഗിൽ ഇതുപോലെ സിമ്പിൾ മെജോറിറ്റിയിൽ അത് പാസ്സാക്കണം, അവതരിപ്പിക്കണം. ആൻഡ് ഈച്ച് സച്ച് മെർജിങ് സൊസൈറ്റി കൺവീൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് സച്ച് മെർജർ ഓഫ് ദ സൊസൈറ്റീസ്. ദ സ്കീം ഷാൾ കണ്ടെയ്ൻ, ഈ സ്കീമിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചോളൂ കേട്ടോ, സ്കീമിൽ എന്തെല്ലാമാണ് ഉണ്ടാവുകയെന്ന്. അതായത് മെർജറിന് വിധേയമാകുന്ന സൊസൈറ്റി അവർക്ക് സ്കീം ഉണ്ടായിരിക്കണം, ശേഷമുള്ള സ്കീമുകൾ ഉണ്ടായിരിക്കണം. ആ സ്കീമിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം എന്നാണ് പറയണത്. contain the details of each merging societies as well as the other details. മെർജിങ് സൊസൈറ്റിയുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുകൂടാതെ അവരുടെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ടായിരിക്കും, പ്രവർത്തന പരിധി എങ്ങനെയാണ്, സ്ട്രക്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഡീറ്റെയിൽഡ് സ്കീം, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും പരസ്പരം മേർജ് ചെയ്യുന്ന സൊസൈറ്റികളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ സ്കീമും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതെല്ലാമാണ് എന്തിലുണ്ടായിരിക്കേണ്ടത്, ഒരു സ്കീം ഓഫ് മെർജർ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ആ മെർജറിൽ ഉണ്ടായിരിക്കേണ്ട കണ്ടൻറ്റാണ് പറഞ്ഞത്. അതൊന്ന് നോക്കി വെച്ചോളൂ. ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, ഏരിയ ഓഫ് ഓപ്പറേഷൻ, സ്ട്രക്ചർ ആൻഡ് ഡീറ്റെയിൽഡ് സ്കീം ഓഫ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ മെർജ്ഡ് സൊസൈറ്റി. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് മൂന്നാമത്തെ സബ്സെക്ഷനാണ്. മൂന്നാമത്തെ സബ്സെക്ഷനിൽ ഈ മെർജ്ഡ് എന്ന വാക്ക് മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളത്. പണ്ട് മെർജ്ഡ് എന്ന വാക്ക് ഉണ്ടായിരുന്നില്ല, അതും പിന്നെ കൂട്ടിച്ചേർത്തതാണ് കേട്ടോ. ഓൺ റിസീപ്റ്റ് ഓഫ് ദ റിപ്പോർട്ട് ഫ്രം ദ സൊസൈറ്റി അണ്ടർ സെക്ഷൻ സബ് റൂൾ 2 പ്രകാരം സൊസൈറ്റി റിപ്പോർട്ട് റിസീപ്റ്റ് ചെയ്താൽ ദ രജിസ്ട്രാർ ഷാൾ ആഫ്റ്റർ സാറ്റിസ്ഫൈങ് ഹിംസെൽഫ്, അതായത് സൊസൈറ്റി ഇങ്ങനെ റിപ്പോർട്ട് തന്നു ആർക്ക്, രജിസ്ട്രാർക്ക് അല്ലേ. അപ്പോൾ അദ്ദേഹം ആഫ്റ്റർ സാറ്റിസ്ഫൈങ് ഹിംസെൽഫ്, അതായത് അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ദാറ്റ് ദ പ്രൊസീജിയർ ഹാസ് ബീൻ പ്രോപ്പർലി ഫോളോഡ് ആണ്, ഡിക്ലെയർ ദാറ്റ് ദ റെസൊല്യൂഷൻ ഹാസ് ടേക്കൺ എഫക്റ്റ് ആൻഡ് രജിസ്റ്റർ ദ അമാൽഗമേറ്റഡ് മെർജ്ഡ് ഓർ ഡിവൈഡഡ് സൊസൈറ്റീസ്. അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ റെസൊല്യൂഷൻ ശരിവെക്കുകയും അതിനെ തുടർന്ന് അവർ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും അല്ലേ. അമാൽഗമേറ്റഡ് അല്ലെങ്കിൽ മെർജ്ഡ് ആയിട്ടുള്ള ഡിവൈഡഡ് സൊസൈറ്റീസിനെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ റൂൾ 13A ആണ്. അപ്പോൾ 13 അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. 13A 13B പുതുതായിട്ട് കൂട്ടിച്ചേർത്ത ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലത്തെ ക്ലോസുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. 13A കൂട്ടിച്ചേർത്തിട്ടുണ്ട്, 13B കൂട്ടിച്ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതുതായിട്ട് വന്ന ഭാഗമാണ് 13A 13B ഉള്ളത്. 13 റൂൾ 13 ചെറിയ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ചെറിയ ചില വാക്കുകൾ മാത്രമേ മാറ്റം വരുത്തിയിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ പറയുന്നത് 13A പറയണത് പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. അതായത് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങാമെന്ന് പറഞ്ഞുവല്ലോ, സൊസൈറ്റികൾക്ക് മറ്റ് സ്ഥാപനങ്ങൾ, സബ്സിഡിയറി ആയിട്ടുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാമെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്, ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് തന്നെയാണ്, അവർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തുടങ്ങാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സെക്ഷൻസ്, സബ്സെക്ഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ അതാണ് 13A എന്ന് പറയുന്നത്. പുതിയൊരു റൂളാണ് 13A. എന്താണെന്ന് ഓർത്തിരിക്കുക, പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക.
അതിൽ ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് മോർ ദാൻ ഹാഫ് ഇൻ നോമിനൽ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ ബി ഹെൽഡ് ബൈ ദ പ്രൊമോട്ടിംഗ് സൊസൈറ്റി ഹെൽഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് മോർ ദാൻ ഹാഫ്, പകുതിയിൽ കൂടുതൽ നോമിനൽ വാല്യൂ ഇക്വിറ്റി ഷെയർസ് ആര് ഹെൽഡ് ചെയ്യണം? സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പറയില്ലേ 51% ഹെൽഡ് ചെയ്യണം ഗവൺമെൻറ് കമ്പനി ആവണമെങ്കിൽ എന്ന്. അതേപോലെ തന്നെ ആ ഒരു സൊസൈറ്റി ഹെൽഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷാൾ ബി മെയിൻറ്റെയിൻഡ് ത്രൂ ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് അവരുടെ എക്സിസ്റ്റൻസ് വരെ നിലനിൽക്കണം അല്ലേ? ത്രൂ ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നും പറയുന്നുണ്ട്. അത് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. മോർ ദാൻ ഹാഫ് ഇൻ നോമിനൽ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് അവർ കൈവശം വെക്കേണ്ടതെന്ന് ആലോചിക്കുക. ഓഫ് ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെൽഡ് ചെയ്യേണ്ടത് ആരാണ്? പ്രൊമോട്ടിംഗ് സൊസൈറ്റി ആണെന്ന് പ്രത്യേകം ആലോചിക്കുക കേട്ടോ. മോർ ദാൻ ഹാഫ് ഇൻ നോമിനൽ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെൽഡ് ചെയ്യേണ്ടത് ആരാണ്? പ്രൊമോട്ടിംഗ് സൊസൈറ്റിയാണ്. അത് മെയിൻറ്റെയിൻഡ് ത്രൂ ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും പറയുന്നുണ്ട്. അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത് സബ്സെക്ഷൻ 2 പറയുന്നത് ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ കൺവീൻ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് as per the provisions by which it is registered, and the annual reports and audit report shall be placed before the general body meeting of the promoting society. ഈ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആനുവൽ ജനറൽ ബോഡി കൂടാൻ പറ്റും. ഓക്കെ, എന്നിട്ട് പിന്നെ അവരുടെ റിപ്പോർട്ടുകളും ആനുവൽ റിപ്പോർട്ടുകളും എവിടെ പ്ലേസ് ചെയ്യണം എന്നാണ് പറയണത്? പ്രൊമോട്ടിംഗ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഈച്ച് ഇയർ പ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റ് ശ്രദ്ധിക്കണം. സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആനുവൽ ജനറൽ ബോഡി കൂടാൻ കഴിയും. അവർ ആനുവൽ റിപ്പോർട്ട്സും ഓഡിറ്റ് റിപ്പോർട്ട്സും എവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്? ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ പ്രൊമോട്ടിംഗ് സൊസൈറ്റി ഇൻ ഈച്ച് ഇയർ, അതാത് വർഷം, എല്ലാ വർഷവും അങ്ങനെ ചെയ്യുന്നുണ്ട്. എങ്ങനെ? എലോങ് വിത്ത് എന്തിൻ്റെ കൂടിയാണ് അവർ സബ്മിറ്റ് ചെയ്യണത്? ഓഡിറ്റ് ഫൈൻഡിങ്സ് ഓഫ് ദ ഓഡിറ്റേഴ്സിൻ്റെ ഓഡിറ്റ് ഫൈൻഡിങ്സും ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടക്റ്റഡ് ഇൻ ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് പെർ സബ്സെക്ഷൻ 2C ഓഫ് സെക്ഷൻ 14A 2Cയിൽ പറഞ്ഞിട്ടുള്ള പോലെയുള്ള കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള കാര്യങ്ങളും. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ശ്രദ്ധ എവിടെ വേണം? സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എവിടെ സമർപ്പിക്കുക? ജനറൽ ബോഡി മീറ്റിങ്ങിൽ, പ്രൊമോട്ടിംഗ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ സമർപ്പിക്കേണ്ടതാണ് എന്നാണ് ഈ ക്ലോസിൽ പറയുന്നത് കേട്ടോ. പിന്നെ സബ്സെക്ഷൻ 3 പറയുന്നത് എനി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, എന്തെങ്കിലും ഏത് തരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, എനി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ വേ ഓഫ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ബൈ പ്രൊമോട്ടിംഗ് സൊസൈറ്റി ഷാൾ ബി മെറ്റ് ഫ്രം ദ ബാലൻസ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ സൊസൈറ്റി ആസ് പ്രൊവൈഡഡ് അണ്ടർ സബ്സെക്ഷൻ 2. 56(2) പ്രകാരം ഈ എന്ത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിരിക്കാം പ്രൊമോട്ടിംഗ് സൊസൈറ്റി കൊടുക്കുന്നത്. അത് മെറ്റ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ ബാലൻസിൽ നിന്നാണ് അത് മീറ്റ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. ഫ്രം ദ ബാലൻസ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ സൊസൈറ്റി ആസ് പ്രൊവൈഡഡ്, ഇത് പറയുന്നത് 56 സബ്സെക്ഷൻ 2 പ്രകാരം. ഓക്കെ, ഇനി പ്രൊമോട്ടിംഗ് സൊസൈറ്റി ഗ്രാൻഡ് ഫർദർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏത് രീതിയിൽ? ഓൺലി ബൈ വേ ഓഫ് ലോൺസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്ത് വേണം? വിത്ത് പ്രയർ അപ്രൂവൽ ഫ്രം ദ രജിസ്ട്രാർ വേണം. പ്രയർ അപ്രൂവൽ വാങ്ങിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഈ സൊസൈറ്റിയുടെ മറ്റേ സൊസൈറ്റീനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രയർ അപ്രൂവൽ ഫ്രം ദ രജിസ്ട്രാർ വേണം. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വിച്ച് ഇൻക്ലൂഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, ടെന്യൂർ ഓഫ് ലോൺ എങ്ങനെയാണ്, അതൊക്കെ ഫിക്സ് ചെയ്യേണ്ട ഉത്തരവാദിത്ത മാർക്കാണ് രജിസ്ട്രാർക്കാണ്. അപ്പോൾ ആ പോയിൻ്റ് ഒന്ന് ഓർത്തിരിക്കണം. സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മറ്റെന്തെങ്കിലും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊമോട്ടിംഗ് സൊസൈറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ ദ വേ ഓഫ് ലോൺ അല്ലെങ്കിൽ ബൈ വേ ഓഫ് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രയർ അപ്രൂവൽ ആരിൽ നിന്ന് വാങ്ങണം? രജിസ്ട്രാറിൽ നിന്ന് വാങ്ങണം. മാത്രമല്ല അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ടെന്യൂർ ഓഫ് ലോണും ഫിക്സ് ചെയ്യുന്നത് ആര് തന്നെയാണ്? രജിസ്ട്രാർ തന്നെയാണെന്ന് ഓർത്ത് വയ്ക്കണം. നോ പ്രൊമോട്ടിംഗ് സൊസൈറ്റി ഷാൾ കോൺട്രിബ്യൂട്ട് മോർ ദാൻ 10% ഓഫ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ ആസ് ലോൺ ടു ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഒരു പ്രൊമോട്ടിംഗ് സൊസൈറ്റിക്കും മോർ ദാൻ 10% വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മോർ ദാൻ 10% കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ല ലോണായിട്ട്. ആർക്ക്? സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന്. അവർ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രൊമോട്ടിംഗ് സൊസൈറ്റിക്ക് എടുത്തങ്ങ് ചിലവാക്കാനൊന്നും പറ്റില്ല. നോ പ്രൊമോട്ടിംഗ് സൊസൈറ്റി ഷാൾ കോൺട്രിബ്യൂട്ട് മോർ ദാൻ 10%. അപ്പോൾ ഈ ഒരു മോർ ദാൻ 10% ഓർത്ത് വയ്ക്കണം. മോർ ദാൻ 10% ഓഫ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 10%, മോർ ദാൻ 10% ആസ് എ ലോണായിട്ട് കൊടുക്കാൻ പറ്റുമോ ടു സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന്? പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ,
പിന്നെ അടുത്ത സബ്സെക്ഷൻ 4 പറയണത്. സബ്സെക്ഷൻ 4 കടക്കുകയാണെങ്കിൽ ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് ഇറ്റ്സ് നോമിനീസ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലും ഗവേണിംഗ് ബോഡിയിലും സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഗവേണിംഗ് ബോഡിയിലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലും ഫോംഡ് ബൈ ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്ക് വിച്ച് ഹാവ് അവൈൽഡ് എനി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓർ എനി പോർഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ഗവൺമെൻറ് ഓർ വേർ ദ ഗവൺമെൻറ് സ്റ്റുഡ് ആസ് എ ഗ്യാരണ്ടർ ഫോർ സച്ച് സൊസൈറ്റീസ് ആൻഡ് ബാങ്ക്സ് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഗവൺമെൻറ് നോമിനീസിനെ അപ്പോയിൻറ്റ് ചെയ്യും ബോർഡിലും അങ്ങനത്തെ ഇതിലൊക്കെ. അതുകൂടാതെ അവർ ഗവൺമെൻറ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് ഗ്യാരണ്ടറായിട്ട് സ്റ്റുഡ് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗ്യാരണ്ടറായിട്ട് നിലകൊള്ളും വിശ്വാസ്യതയ്ക്ക് വേണ്ടി എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ് സബ്സെക്ഷൻ 5 ഇത്രയും പോയിന്റുകളൊക്കെ കൂട്ടിച്ചേർത്ത പോയിന്റുകൾ തന്നെയാണ്. അത് വായിച്ച് നിങ്ങൾ അതിലത്തെ തീം മാത്രം മനസ്സിലാക്കി പോവുക. ദ രജിസ്ട്രാർ ഷാൾ കണ്ടക്ട് പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻസ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് നടത്താം. സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അക്കൗണ്ട്സും റെക്കോർഡ്സും വെരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ നടത്താനുള്ള അധികാരം ആർക്കാണ്? രജിസ്ട്രാർക്കാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇഫ് നെസസറി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നടത്തിയാൽ മതി. ഒന്നുകിൽ ദ ഓഡിറ്റർ അല്ലെങ്കിൽ ടീം ഓഫ് ഓഡിറ്റേഴ്സ്, പ്രൊമോട്ടിംഗ് സൊസൈറ്റിയുടെ ഓഡിറ്റർ അല്ലെങ്കിൽ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഷാൾ ഓഡിറ്റ് ഈ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യും അല്ലേ. to the extent of the financial assistance granted to such subsidiary institution by the promoting company. പ്രൊമോട്ടിംഗ് കമ്പനി അവർക്ക് അനുവദിച്ച ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് ആനുപാതികമായിട്ടാണ് അവരെന്ത് ചെയ്യുക? അക്കൗണ്ട്സൊക്കെ പരിശോധിക്കുക. ദ ഓഡിറ്റ് ഫൈൻഡിങ്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഓഡിറ്റ് ഫൈൻഡിങ്സ് ബൈ ദ ഓഡിറ്ററുടെയും അല്ലെങ്കിൽ ടീം ഓഫ് ഓഡിറ്റേഴ്സിൻ്റെയും സബ്മിറ്റ് ചെയ്യണം മാർക്ക് പ്രൊമോട്ടിംഗ് കമ്മിറ്റിക്ക്. ഓക്കെ, അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ട് പ്രൊമോട്ടിംഗ് സൊസൈറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പോലെ തന്നെ ആൻഡ് സെയിം ഷാൾ ബി സബ്മിറ്റഡ് ബിഫോർ ദ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ പ്രൊമോട്ടിംഗ് സൊസൈറ്റി. പ്രൊമോട്ടിംഗ് സൊസൈറ്റിയുടെ ജനറൽ ബോഡിയിൽ വെക്കാനുള്ളതാണ് മറ്റത്. അപ്പോൾ അതുകൊണ്ട് അതും ഇതിൻ്റെ കൂടെ എൻക്ലോസ് ചെയ്യണം എന്നാണ് പറയണത്. ഓക്കെ, അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് DCA ഷാളിൻ കൺസൾട്ടേഷൻ ആരുമായി കൺസൾട്ട് ചെയ്യും? രജിസ്ട്രാറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം ഒരു സ്കീം ഓഫ് ഓഡിറ്റ് അല്ലെങ്കിൽ ഓഡിറ്റ് പെർഫോമ ഈ ഒരു സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓഡിറ്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തയ്യാറാക്കുന്നത് DCA തന്നെയാണ്, അവിടെ ഒരു മാറ്റമില്ല. അപ്പോൾ അത് DCA ഷാൾ ഇൻ കൺസൾട്ടേഷൻ വിത്ത് രജിസ്ട്രാറിനോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഒരു സ്കീം ഓഫ് ഓഡിറ്റ് അല്ലെങ്കിൽ ഓഡിറ്റ് പ്രോഫോമ പ്രിപ്പയർ ചെയ്യും. എന്തിനു വേണ്ടി? സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓഡിറ്റിങ്ങിന് വേണ്ടി എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് 7th പോയിന്റ് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ബേസ്ഡ് ഓൺ റെസൊല്യൂഷൻ പാസ്ഡ് വിത്ത് സിമ്പിൾ മെജോറിറ്റി അറ്റ് ദ ജനറൽ ബോഡി മീറ്റിംഗ് മേ വൈൻഡ് അപ്പ് എ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോംഡ് അണ്ടർ സെക്ഷൻ 14A ഓഫ് ദ ആക്ട്. ഇങ്ങനെ വൈൻഡിങ് അപ്പിൻ്റെ കുറിച്ച് കാര്യം പറയുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി റെസൊല്യൂഷൻ പാസ്സാക്കി സിമ്പിൾ മെജോറിറ്റി ജനറൽ ബോഡി മീറ്റിംഗിൽ സിമ്പിൾ മെജോറിറ്റി പാസ്സാക്കിയിട്ട് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം ഒരു സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ. 14A പ്രകാരം രൂപം കൊണ്ട ഒരു സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ വൈൻഡപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നു, ബേസാക്കിയിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കുന്നു, സിമ്പിൾ മെജോറിറ്റി ആയിരിക്കണം, അതിന് ജനറൽ ബോഡി കൂടണം. ഓക്കെ, പിന്നെ അടുത്തത് പറയുന്നത് 13B പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് കേട്ടോ. പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടായിരുന്നതായിരുന്നില്ല, പുതുതായിട്ട് കൂട്ടിച്ചേർത്തതാണ്. റൂൾ 13B പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. 13B പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ സബ്സെക്ഷനായിട്ട് പറയുന്നത് രജിസ്ട്രാർ ഷാൾ വെരിഫൈ ഒന്നുകിൽ ഫീസിബിലിറ്റി അല്ലെങ്കിൽ പ്രാക്ടിക്കബിലിറ്റി ഓഫ് ദ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ആൻഡ് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ബൈ ദ സൊസൈറ്റീസ് ഫോർ ദ അപ്രൂവൽ ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് ഉള്ള അപ്രൂവലിനായിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം അല്ലേ. ഓക്കെ, രജിസ്ട്രാർ വെരിഫൈ ചെയ്യും ഇതിൻ്റെ ഫീസിബിലിറ്റി, പാർട്ട്ണർഷിപ്പ് റെഡിയാണോ, ഫീസിബിലിറ്റിയും പ്രാക്ടിക്കബിലിറ്റിയും പ്രോജക്റ്റ് റിപ്പോർട്ടിന് ഉണ്ടോയെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ആര് വെരിഫൈ ചെയ്യും? രജിസ്ട്രാർ വെരിഫൈ ചെയ്യും. ഈ ആപ്ലിക്കേഷൻ പാർട്ട്ണർഷിപ്പിനുള്ള ആപ്ലിക്കേഷൻ അങ്ങനെ സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുക സൊസൈറ്റീസ്. പിന്നെ ഇത് ആനുവൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് സൊസൈറ്റി ആരാണ് ഓഡിറ്റ് ചെയ്യുക? ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആണ് കേട്ടോ. അതായത് DCA അപ്പോയിൻറ്റ് ചെയ്യുന്ന ടീം ഓഫ് ഓഡിറ്റേഴ്സാണ് ആനുവൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഓഫ് സൊസൈറ്റീസ് കണ്ടക്ട് ചെയ്യാമെന്ന് ആലോചിക്കുക. അപ്പോൾ എങ്ങനെയാണ് കണ്ടെത്തുക? ആനുവൽ അക്കൗണ്ട്സ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് സൊസൈറ്റീസ് ഓഡിറ്റ് ചെയ്യുന്നത് ബൈ എ ടീം ഓഫ് ഓഡിറ്റേഴ്സ്. ഒരു ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദ DCA അപ്പോയിൻറ്റ് ചെയ്ത ടീം ഓഫ് ഓഡിറ്റേഴ്സിൻ്റെ നേതൃത്വത്തിലായിരിക്കും ആരുടെ അക്കൗണ്ട്സ്? ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഓഫ് സൊസൈറ്റീസിൻ്റെ അക്കൗണ്ട്സൊക്കെ ഓഡിറ്റ് ചെയ്യാം. ഈ ഓഡിറ്റിംഗ് ടീം ഷാൾ ബി
കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫ്രം ഒരു ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻറ്റഡ് ഫോർ ദ ഓഡിറ്റ് ഓഫ് ഈച്ച് സൊസൈറ്റി ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. അതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ആ ഒരു സംഘത്തിൽ നിന്നാണ് അവരെടുക്കുക. ദ ഇൻസ്പെക്ഷൻ വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് വാൾ ബി കണ്ടക്റ്റഡ് ബൈ ഇൻസ്പെക്ഷൻ ടീം ഉണ്ടായിരിക്കും. 2A പ്രകാരം സബ്സെക്ഷൻ 2A 66 2A ആണ്. 66 2A പ്രകാരം സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ആണ് 66. അപ്പം അതുമായി ബന്ധപ്പെട്ട് 2A അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ആ ഒരു ടീമിൽ നിന്നു കേട്ടോ. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ എന്ന് പറയുന്നുണ്ട്. ആസ് ആൻഡ് വെൻ റിക്വയർ ആവശ്യമുള്ളപ്പോൾ ചെയ്താൽ മതി എന്നും പറയുന്നുണ്ട്. പക്ഷേ ആരുടെ ഡയറക്ഷൻ വേണം? രജിസ്ട്രാർ ഡയറക്ഷനോട് കൂടിയിട്ടാണ് അവർ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നത് എന്ന് ആലോചിക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ ഫണ്ട്സ് റിക്വയേർഡ് ഫോർ ദ ഫോർമേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഷാൾ ബി മൊബിലൈസ്ഡ് ഫ്രം ദ പാർട്ട്ണർ സൊസൈറ്റീസിൽ നിന്നാണ്. ഇതിൻ്റെ ഫണ്ട്സ് വേണമല്ലോ. ഫോർമേഷൻ ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് ഫങ്ഷൻ ചെയ്യാനൊക്കെ മൊബിലൈസ് ചെയ്യുന്നത് പാർട്ട്ണർ സൊസൈറ്റികളിൽ നിന്നാണ്. അവരുടെ വിത്തൗട്ട് അഫക്റ്റിംഗ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ദ സൊസൈറ്റീസ് എഫക്റ്റ് ചെയ്യാതെ വേണം അത് മൊബിലൈസ് ചെയ്തെടുക്കാൻ. ദ പാർട്ട്ണർഷിപ്പ് ഷാൾ സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ ഫോർ റേസിംഗ് ദ ഫണ്ട്സ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രകാരം സബ്മിറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ രജിസ്ട്രാർക്ക്, അല്ലെങ്കിൽ രജിസ്ട്രാർ മേ ഇൻ ടേൺ ഫോർവേഡ് ടു സച്ച് ആപ്ലിക്കേഷൻ. ഗവൺമെൻറ്റിലേക്ക് പോകേണ്ടതാണെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ സജഷൻസും റെക്കമെൻഡേഷൻസും എല്ലാം അദ്ദേഹം അതിൽ എഴുതി ചേർക്കും. ആഫ്റ്റർ കൺസിഡറിങ് ഈ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് നോക്കിയിട്ട് ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കിയിട്ടാണ് ഈച്ച് പാർട്ട്ണർ സൊസൈറ്റീസിനെയും പ്രവർത്തനത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. റൂൾ 14 ഒമിറ്റഡ് ആണ് കേട്ടോ. പിന്നെ റൂൾ 15 പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ് ആണ്. നമ്മൾ മുമ്പ് എടുത്തായിരുന്നു, പക്ഷേ അമെൻമെൻറ്റ് വന്ന കാരണം ചെറിയ മാറ്റങ്ങൾ വന്നുമില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടി എടുക്കാം. ന്യൂ അമെൻമെൻറ്റ്സോട് കൂടിയിട്ട് തന്നെ റൂൾ 15 ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിലെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചെറിയ പോയിന്റുകളാണ് മാറ്റം വന്നിട്ടുള്ളത്. ചെറിയ ഒരു പാരഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് 2-3 പോയിന്റുകൾ 3-4 പോയിന്റുകൾ കിട്ടും. അപ്പോൾ നിങ്ങളിത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ട് നോട്ട് എഴുതി വയ്ക്കുക. അപ്പം മാത്രമേ നിങ്ങൾക്കത് മനസ്സിൽ പതിയുള്ളൂ. പുതിയ ഭാഗമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ക്ലാസ് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്